അതെ, നമ്മളുടെ കൊച്ചി നഗരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഇതുവരെയുള്ള സഹായങ്ങൾ, അതിനെക്കുറിച്ച് BJP പ്രതിനിധി ഒന്ന് വിശദീകരിക്കുക. ശ്രീ സജി പറഞ്ഞു ഏകദേശം. ഇനി ആഡ് ചെയ്യാൻ വല്ലതുണ്ടോ? എത്ര കോടി അനുവദിച്ചു കൊച്ചിയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഞാൻ ഏതാണ്ടൊന്ന് പറഞ്ഞു, എങ്കിലും നിങ്ങൾ വീണ്ടും അത് അങ്ങനെ ഒരു സംശയം, കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാവാം ചോദിക്കുന്നത്. ഞാൻ ഏതാണ്ട് നോട്ട് ചെയ്ത 1-2 പോയിന്റുകൾ ഞാൻ പറയാം. നമ്മുടെ അമൃത് 1 പദ്ധതിയിൽ 173.40 കോടി രൂപ, അമൃത് 2 112.53. പിന്നെ നമ്മുടെ CSML പദ്ധതി അദ്ദേഹം സൂചിപ്പിച്ച പോലെ 1100 കോടി രൂപയിൽ 500 കോടി രൂപ കേന്ദ്രത്തിൻ്റെ സഹായമാണ്, അല്ലേ? 500 കോടി രൂപയല്ലേ? ബാക്കി സംസ്ഥാനം പിന്നെ കോർപ്പറേഷൻ്റെയും കൂടെ ആണ് അതിൽ 1100 കോടി രൂപ വരിക. നമ്മൾ ഈ ത്രിതല സംവിധാനത്തിൽ ഇതൊരു എല്ലാ സംവിധാനങ്ങളും കൂടെ സഹകരിച്ചിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇപ്പോൾ കേന്ദ്ര ഫണ്ട് കിട്ടി, ബാക്കി എത്ര ഫണ്ടുകൾ സമാഹരിക്കാനായിട്ട് ആ ലോക്കൽ ബോഡിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പരിപാടികൾ നിന്നുപോകും. നമ്മുടെ ഞാനിത് പൂർണ്ണമായിട്ട് പറയാം, നമ്മുടെ ബ്രഹ്മപുരത്തിൻ്റെ ബയോ മൈനിങ് പദ്ധതിക്ക് 39 കോടി രൂപയാണ് കേന്ദ്രത്തിൻ്റെ സഹായമായിട്ട് വന്നിട്ടുള്ളത്. മുണ്ടൻവേലിയിലെ P&D കോളനിക്ക് 12 കോടി രൂപ, തുരുത്തിയിലെ ടവർ നിർമ്മാണത്തിന് ആദ്യത്തെ ടവറിൻ്റേത് 12ഉം രണ്ടാമത്തെ 21 കോടി, അങ്ങനെ 33 കോടി രൂപ. PMAY പദ്ധതി പ്രകാരം 100.02 കോടി രൂപ. NDMA വെള്ളക്കെട്ടിൻ്റെ നിർമ്മാർജ്ജന ഫണ്ട് 200 കോടി രൂപ. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വെള്ളക്കെട്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പം ഇദ്ദേഹം പറഞ്ഞേക്കുന്ന വലിയൊരു പദ്ധതിയുടെ കാര്യം പറഞ്ഞു. 200 കോടി രൂപ കേന്ദ്രത്തിൻ്റെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് കൊച്ചിയുടെ വെള്ളക്കെട്ടിന് വലിയൊരു കാര്യത്തിന് പരിഹാരം വരാനുള്ളതാണ്. നമ്മളെ ലാസ്റ്റിൽ വന്ന റോറോ, 3ാമത്തെ റോറോയ്ക്ക് വേണ്ടി 8 കോടി രൂപ കേന്ദ്രത്തിൻ്റെ ധനസഹായം വന്നിട്ടുണ്ട്. പിന്നെ ഈ അവസാനമായിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള മത്സ്യസമ്പത്ത് യോജന, കൊച്ചിൻ ഹാർബറിൻ്റെ വികസനത്തിന് വേണ്ടി 12 കോടി രൂപ. അതിനുശേഷം സാഗർമാല പദ്ധതി എന്നുള്ള രീതിയിൽ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഉൾപ്പെടെ തുറമുഖങ്ങളുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 169 കോടി രൂപ. പിന്നീടാണ് CSML പദ്ധതി പ്രകാരമുള്ള ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ സെൻറ്ററിന് അനുവദിച്ചിട്ടുള്ള 100 കോടി രൂപ. അങ്ങനെ 1458.95 കോടി രൂപയാണ് കൊച്ചിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇത് കൂടാതെയാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 500 കോടിയോളം രൂപ. അതിൽ 60% കൊച്ചിയിലാണ്, 60% കൊച്ചിക്ക് പുറത്തുള്ളതുമാണ്. അപ്പോൾ ഈ കൊച്ചി നഗരസഭയുടെ ഭരണം BJP ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ല, BJP കഴിഞ്ഞ തവണ 5 സീറ്റിലാണ് സത്യസന്ധമായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷേ വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവനായിട്ടുള്ള വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് പോകുമ്പോൾ കൊച്ചിയിലെ ജനങ്ങൾ മാത്രം ഈ വെള്ളക്കെട്ടിൻ്റെ ദുരിതത്തിലും കൊതുകടികളുടെ ഇതിലേക്കും മാറി നിൽക്കാതെ ഈ വികസനത്തിൻ്റെ പാതയിലേക്ക് ഇന്ത്യയുടെ ഒപ്പം വരുമെന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. യെസ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് കൊച്ചി. പക്ഷേ വരുന്ന വിനോദസഞ്ചാരികൾക്ക് സുഖപ്രദമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരുക്കാൻ സാധിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാരിനും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനിയും കൊച്ചിയുടെ വികസനത്തിന് കൂടുതൽ സഹായം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. യെസ്, ഈ കൊച്ചി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. ഇപ്പോൾ കൊച്ചിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ, പ്ലാൻ ഫണ്ടിലേക്ക് തരുന്ന ഗവൺമെൻറ് ഗ്രാൻഡ് ഉള്ളതാണ്. അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട്, അതാണ് വിലയിരുത്തപ്പെടേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരുമ്പോൾ ആ ഫണ്ട് അവിടെയാണ് ഒരു ആക്ഷേപം വരുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ അങ്ങനെ അങ്ങ് സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ദിപിൻ്റെ പാർട്ടിക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും കൊച്ചിയിൽ നടപ്പാക്കിയിരിക്കുന്ന വികസനം എന്ന് പറയുന്നത് കേന്ദ്ര ഫണ്ട് ഇപ്പോൾ പറഞ്ഞു. ഇവിടെ P&T കോളനിയിൽ 12 കോടി എന്ന് പറയുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെ തനത് ഫണ്ട് എന്ന് പറയുന്നത് 28 കോടി രൂപ കൊടുത്തിട്ടാണ് നമ്മളവിടെ, അതായത് PMAY പദ്ധതി, ഒരു സാധാരണക്കാർക്ക് കുടുംബമില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കുന്ന പദ്ധതിയിൽ 4 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം കൊടുക്കുന്നതും കൊച്ചി കോർപ്പറേഷനാണ്. മനസ്സിലായോ? അപ്പോൾ അതിന് ഏത് കേന്ദ്ര ഗവൺമെൻറ് പ്രൊജക്റ്റ് ഉണ്ടെങ്കിലും ആ പ്രൊജക്റ്റിന് തനതായ ഷെയർ വിഹിതം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും
നമ്മുടെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണോ അതിൻ്റെയും വിഹിതം കൂടി ചേർത്തിട്ടാണ് പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നത്. അത് നടപ്പാക്കുന്നതിലാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ആഡ് ചെയ്യാനുണ്ടോ? തീർച്ചയായും ഇദ്ദേഹം കൃത്യമായി തന്നെ കണക്കുകൾ എടുത്ത് പറയുക. അപ്പോൾ ഇതൊരു ചിറ്റമ്മയൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് തരുമ്പോൾ വേണ്ടാന്നൊന്നും പറയുന്നൊന്നുമില്ല. കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുക, അത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് എത്രത്തോളം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി പരിശോധിക്കപ്പെടണം. ഓക്കെ.